വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള കാഷ്യൂ എംപ്ലോയീസ് അസോസിയേഷൻ UTUC കശുവണ്ടി വികസന കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. UTUC അഖിലേന്ത്യാ പ്രസിഡന്റ് ASIS ഉദ്ഘാടനം ചെയ്തു. കാഷ്യൂ സ്റ്റാഫിനെ ശമ്പളം പുതുക്കി നിശ്ചയിക്കുക, അടഞ്ഞുകിടക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ സർക്കാർ ഏറ്റെടുക്കുക, മാനേജ്മെന്റിന്റെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക, കോർപ്പറേഷനിലെയും ജീവനക്കാർക്ക് അർഹതപ്പെട്ട പ്രൊമോഷൻ നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. UTUC അഖിലേന്ത്യാ പ്രസിഡന്റ് ASIS പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കശുവണ്ടി മേഖല സംരക്ഷിക്കുവാൻ ഇപ്പോഴത്തെ സർക്കാരും ഭരണകർത്താക്കളും നടപടികൾ സ്വീകരിക്കുന്നില്ല. പഴയകാല ഭരണാധികാരികൾ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ അതില്ലെന്നും അസീസ് പറഞ്ഞു. ഫാക്ടറിയുടെ എണ്ണം വർദ്ധിപ്പിച്ചു, സ്വന്തമായി വിലക്കെടുത്തു. ആ വിലക്കെടുത്തതിന്റെ ഫലമായിട്ട് 10 കമ്പനികൾ ഇപ്പോൾ കോർപ്പറേഷന് സ്വന്തമായിട്ടുണ്ട്. ബാക്കി 20 കമ്പനികൾ 34 കോടതി വിധി പ്രകാരം മുതലാളിമാർക്ക് പോയി. ബാക്കി 20 വാടക കമ്പനികളാണ് ഇപ്പോഴും 10% വർഷാവർഷം വാടക കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ് കോർപ്പറേഷന്റെ കൈവശമുള്ളത്. ഈ വാടക കമ്പനികൾ തിരിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച്, സ്വന്തമാക്കുന്നതിനെ സംബന്ധിച്ച് ഇതിന്റെ മാനേജ്മെന്റോ പിൽക്കാലത്ത് അധികാരത്തിൽ വന്ന ഗവൺമെന്റുകളോ ഒന്നും ചെയ്തിട്ടില്ല. ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള, എനിക്ക് ബഹുമാനത്തോടു കൂടിയ അദ്ദേഹത്തെ കാണാൻ കഴിയൂ, PK ഗുരുദാസൻ. RSP ജില്ലാ സെക്രട്ടറി KS വേണുഗോപാൽ, UTUC നേതാക്കളായ TC വിജയൻ, സജി ഡി ആനന്ദ്, TK സുൽഫി, കുരീപ്പുഴ മോഹനൻ, ബിജു ലക്ഷ്മികാന്തൻ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.